ഹലോ, വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതും. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ്, ഒരല്പം ഗരം മസാല, കുറച്ച് വെള്ളം ഒഴിച്ച് ചാലിച്ചിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയെ പുരട്ടിയെടുത്തു. ദെൻ ഞാനൊരു ഫ്രൈ പാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇത് ഓരോന്നെടുത്ത് നിരത്തി നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ വ്യത്യാസം വരുന്നത് ഞാനിതിൽ ഗരം മസാല ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുഞ്ഞുള്ളത് കൊണ്ടാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്തത്. നിങ്ങൾക്ക് നോർമൽ മുളക് പൊടി തന്നെ ചേർക്കാം. കുഞ്ഞിനിത് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അത് വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല. അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് എനിക്ക് അധിക സമയം പിന്നെ മറിച്ചിട്ടതിന് ശേഷം അധിക സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം ഓൾറെഡി കുക്ക്ഡ് ആവുമല്ലോ സംഭവം. അതുകൊണ്ട് അപ്പം ഇത് നല്ലോണം അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് ഇതിനെ മറിച്ചിടുവാണ് ഞാൻ. മറിച്ചിട്ടിട്ട് അധികം നേരം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളിത് എപ്പോഴും ചൂടോടുകൂടി തന്നെ എടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ക്രിസ്പിനെസ് ഉള്ള ആ ക്യാരക്ടർ അങ്ങ് മാറിയിട്ട് സോഫ്റ്റായി പോകും സംഭവം. നമ്മൾ ഇത്തിരി കടിച്ചിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ. പിന്നെ അടച്ചു വെച്ച് വേവിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. തുറന്ന് വെച്ച് ഫ്രൈ ചെയ്യുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാനിവിടെ നോർമലി അടച്ചു വെച്ചാണ്, കുഞ്ഞുള്ളത് കൊണ്ട് കുറച്ച് നന്നായിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടച്ചു വെച്ചാണിത് കുക്ക് ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ ഇതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അപ്പോൾ നമുക്കത് മാറ്റി ചെയ്യാമല്ലോ. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ട് പിന്നെ അധികം നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.